ഹായ് എവരിവൺ, നട്ടപ്പാതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉപ്പും മുളകും ലൈറ്റ് യൂണിവേഴ്സിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ഞാൻ ആ ലൂപ്പിൽ നിന്നൊന്ന് പുറത്ത് ചാടിയിരുന്നു. വീണ്ടും ആ ലൂപ്പിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, ആ യൂണിവേഴ്സിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. നമുക്കൊന്ന് പോയി വെക്കാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ പൊന്നൂസും ഷെബിയും കൂടിയുള്ളൊരു വ്ളോഗ് അവർ ചെയ്തിട്ടുണ്ട്. Q&A ആണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു Q&Aക്ക് കൊടുക്കുന്ന ആൻസറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഒരുപാട് വിഷമങ്ങളുണ്ട്. അപ്പം അമ്മ ഓക്കെ അല്ല, അമ്മേനെ കുറ്റം പറയാൻ പറ്റില്ല. ഇല്ല, അമ്മയുടെ അടുത്ത് കുറ്റം പറയാൻ പറ്റില്ല. അമ്മ എനിക്ക് എൻ്റെ മോളെ എന്ന് ചേർക്കുമ്പോൾ എനിക്ക് വിഷമം. ഇനിയിപ്പോൾ ഇതിന് ആരും പറയണ നീ തെറ്റിയതല്ലേ, ഞാൻ അതൊന്നുമല്ല പറയുന്നത്. അന്ന് ഞാൻ അമ്മയായിരുന്നില്ല, ഞാൻ എപ്പോഴൊരു അമ്മയായിരുന്നു. ഇപ്പോഴാണ് ഒരു അമ്മേനെ വേദന എന്താണെന്ന് ഞാൻ അറിയാൻ പറയുന്നത് ഇപ്പോഴാണ്. അത് നമ്മൾ ഒരിക്കലും ഒരു അമ്മയാവാതെ അതിൻ്റെ വേദനയെ കുറിച്ച് പറഞ്ഞ ഒരിക്കലും അറിയില്ല. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ പറയാം, ഇനി ആ ചോദ്യം കൊണ്ട് വരല്ലേ. ഞാൻ കല്യാണത്തിന് 2 വർഷമായി, 2.5 വർഷമായി. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാലാണ് പിന്നെ നിങ്ങൾ തെറ്റ് എന്നൊക്കെ പറഞ്ഞത് വീണ്ടും ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള ആളുടെ ഒപ്പം പോയി. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അന്ന് വേറെ ആളുടെ ഒപ്പം കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനായിരുന്നു താല്പര്യം. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ അവരോട് പറഞ്ഞതുമില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയതും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സ്റ്റേജിലൊക്കെ. അത് തെറ്റൊന്നുമില്ല, അതങ്ങനെ സംഭവിച്ചു കൂടും, അത് പോയി. അത് പബ്ലിക്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡേ ലൈഫ് കോണ്ടൻ്റാണ്, ഫാമിലി വ്ളോഗേഴ്സാണ്, എല്ലാം ഈ പറഞ്ഞ വ്യൂവർഷിപ്പിന് മുന്നിൽ എക്സ്പോസ്ഡ് ആണ്. സോ അന്ന് നിങ്ങളവിടെ എക്സ്പോസ്ഡ് ആയിപ്പോയി കംപ്ലീറ്റ്ലി. ആ ഒരു സിറ്റുവേഷനിൽ അത് എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഇമ്മച്വർ ഫേസിൽ അച്ഛനും അമ്മയും നിങ്ങളും എല്ലാവരും കൂടിയുള്ള ആ യൂണിവേഴ്സിനകത്ത് അതാകെ പൊട്ടിത്തകർന്ന് ഇല്ലാതായിപ്പോയി. അവിടെ നിന്ന് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് ഇപ്പോൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അതൊരു തെറ്റ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു അമ്മ, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണ് വീണ്ടും വീണ്ടും ഈ കമൻ്റ് ഇടുന്നവർക്ക് ഓഹോ ഇതുവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടല്ലേ, മനസ്സിലായോ? ഇവിടുത്തെ ഏറ്റവും വലിയ സിനി ഫാമിലി വ്ളോഗേഴ്സിന് ഏറ്റവും വലിയ പ്രശ്നം പറ്റുന്നത് എന്താ അറിയോ? കമൻ്റ് ഇടുന്ന ആളുകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻറ്റിന് ഇവർ റിയാക്ട് ചെയ്യണം, ഈ കമൻറ്റിൽ ഇവർ പ്രൊവോക്ഡ് ആവണം, ഈ കമൻറ്റിൽ ഇവർ വിഷമിക്കണം. മനസ്സിലായേ? ഇതിനാണ് ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചില ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, കമൻറ്റ് ഇനി അങ്ങനെയൊന്നും വന്നില്ലെങ്കിലും വരാൻ വേണ്ടി കുറേ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യും. ഇല്ലെങ്കിൽ അവർ തന്നെ 10 ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ട് പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് പറയും അയ്യോ കമൻറ്റോളികൾ വന്നേ. അപ്പോൾ അത് കണ്ടിട്ട് റിയൽ കമൻറ്റോളികൾ ഓടിക്കയറും. വല്ലാത്ത യൂണിവേഴ്സിലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഉപ്പും മുളകും ലൈറ്റ് യൂണിവേഴ്സിലെ വിഷയം? ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ അച്ഛനും അമ്മയും ഇപ്പോൾ മൂത്ത മകളും ഹസ്ബൻഡും ഒക്കെ ആണെങ്കിലും ഇവർ വന്നിരുന്ന് ഈ സംസാരിക്കാനുള്ളത് മെയിൻ റീസൺ ഇളയ കുട്ടി കല്യാണം കഴിച്ചു. ഓക്കെ, ഇവരായിട്ട് എല്ലാം സെറ്റാക്കി നടത്താമെന്ന് ഉണ്ടായിരുന്ന ആ ഒരു കല്യാണത്തിന് മുമ്പേ ആ കുട്ടി ആ പയ്യൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി. ഇപ്പം അവർ കല്യാണം കഴിച്ചു, ഈ അച്ഛനും അമ്മയും പോയിട്ടില്ല. അപ്പോൾ ആ കുട്ടിയുടെ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സ്, ആ കമൻറ്റ് ബോക്സിൽ നിന്ന് ഇവരുടെ കമൻറ്റ് ബോക്സിലേക്ക് ചേക്കേറി വരുന്ന കമൻറ്റോളീസ്, ഇതൊക്കെയാണ് ഈ യൂണിവേഴ്സിൽ ഇപ്പോഴത്തെ മെയിൻ ഇഷ്യൂസ്. അതൊരു മെയിൻ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്താ പറയുക, ഭയങ്കര ഹോണ്ടിങ് ആണ് ഈ സാധനങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഒരു പരിധി വരെ കോണ്ടൻറ്റിനുള്ള ഒരു ഇതും. ഓക്കെ, കാരണം എല്ലാം വ്യൂവർഷിപ്പിലോട് പറയുക എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് അവർക്കും ഉണ്ട്. ഫാമിലി വ്ളോഗേഴ്സായിട്ട് ഡേ ലൈഫ് കോണ്ടൻറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യൂവർഷിപ്പിനെ അറിയിക്കുക എന്നുള്ളൊരു കാര്യം അവർക്കുണ്ട്. അത് അവരുടെ റെസ്പോൺസിബിലിറ്റി, അതവർ ചെയ്യുന്നേ ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ കമൻറ്റ് ബോക്സിൽ, ഈ കല്യാണ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിൽ പൊന്നൂസിൻ്റെ മേക്കപ്പാണ് നല്ലത്, വീട് വിട്ട് ഇറങ്ങി പോന്നപ്പോൾ സൗന്ദര്യം വീട്ടിൽ വെച്ചിട്ട് വന്നു. പിന്നെ ഈ കുട്ടി കല്യാണം കഴിച്ച പയ്യൻ്റെ വീട്ടിലുള്ള ഫാമിലീനെയും ഇവരുടെ ഫാമിലീനെയും കമ്പയർ ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന മൂത്ത മകളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എവിടെയെന്ന് ചോദിക്കുന്നു. ആകെ മൊത്തം ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റാണ് കല്യാണം എന്ന് പറയുന്നത്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത്, ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്തവരടക്കം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് 10 ആൾ കണ്ടിട്ട് സന്തോഷം എന്ന് പറയുമ്പോൾ, നല്ലതെന്ന് പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്നതാണ്. ഇത് വട്ടം മറ്റേ അവഞ്ചേഴ്സ് പോലെ തടിയ നടന്നുകൊണ്ടിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ. പൊന്നൂസിൻ്റെ ഭാഗത്ത് കുറേ പേര്, അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞൂസിൻ്റെ ഭാഗത്ത് കുറേ പേര്, അച്ഛനും അമ്മേൻ്റെയും ഭാഗത്ത് കുറേ പേര്. ഇനി അവിടെ ഭാഗം കിട്ടാനുള്ളത്
ഈ വ്യൂവർഷിപ്പിൻ്റെ ഭാഗം കിട്ടാനുള്ളത് കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ ആ വീട്ടിൽ അവർക്ക് മാത്രമേ ഈ വ്യൂവർഷിപ്പിൻ്റെ കുറച്ച് ഓഹരി കിട്ടാനുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇങ്ങനെ അതങ്ങനെയാണ്. ഇപ്പം എന്ത് ചെയ്യാനോ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് പുറത്തുനിന്ന് ഇവരുടെ ഫാമിലിക്ക് നോക്കുന്ന ഓരോരുത്തർക്കും ഒന്നില്ലെങ്കിൽ മൂത്ത കുട്ടിയുടെ ഭാഗത്ത് നിൽക്കാം, ഇളയ കുട്ടിയുടെ ഭാഗത്ത് നിൽക്കാം, അച്ഛൻ്റെ അമ്മേൻ്റെയും ഭാഗത്ത് നിൽക്കാം. ഈ 3 പേരുടെയും ഭാഗത്ത് നിൽക്കാതെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, ഇവരെ ക്രിട്ടിസൈസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവരെയും കൂടിയും സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കളിയാ. അങ്ങനെയാണ്. ഓക്കെ, ഇതൊരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ് കമൻറ്റ് ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നതാണ് ഈ പറച്ചിലും വർത്താനങ്ങളും ഒക്കെ. അതിൻ്റെ റിഫ്ലക്ഷനാണ് കമൻറ്റ് ബോക്സിൽ ആക്ച്വലി വിസിബിളായിട്ട് കാണാൻ പറ്റുന്നത്. സോ ഇവിടുത്തെ ഇവിടുത്തെ ചാനലുകൾ രക്ഷയിലടേ. അവന്മാർ വേറെ ലെവൽ ചോദ്യം. കമൻറ്റ് ബോക്സിൽ കമൻറ്റോളികളുടെ കുത്തിത്തിരിപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചാനലുകാർ വേറെ ലെവൽ സാധനങ്ങൾ. ഇത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്താലും കൊള്ളാം കേട്ടോ. കല്യാണ സാരിയും കൊള്ളാം, ഇതും കൊള്ളാം. ഇതിന്റെ മേക്കപ്പൊക്കെ ഈ മേക്കപ്പിൻ്റെ കാര്യമൊക്കെ ഇവർ എടുത്ത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ചെയ്ത് ചേച്ചിയാണ്. കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ചീത്ത വരുന്നത് ഈ മേക്കപ്പിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ഈവനിങ് റിസപ്ഷനിൽ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവില്ല. ശരി, ഓക്കെ. എല്ലാം അറിഞ്ഞുകൊണ്ട് അവരെ പോയിട്ട് വീണ്ടും തോണ്ടാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ വരുമെന്ന് ചോദിച്ച മഹാൻ പൊന്നോ. എന്നാണെങ്കിൽ ഒരു സൈഡിൽ കമൻറ്റ് ബോക്സ് ആണെങ്കിൽ വേറൊരു സൈഡിൽ യൂട്യൂബ് ചാനലുകളുടെ ആറാട്ട് വഴിഞ്ഞാട്ടുമായിരുന്നു കണ്ടിട്ടുള്ളായിരുന്നത്. ബാക്ക് ടു പൊന്നൂൻ്റെ വ്ളോഗിലേക്ക്, അവരുടെ Q&Aയിലേക്ക്. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് ഇതിനെക്കാട്ടി വലിയ ഭൂകമ്പം ഉണ്ടായതാ. ഇതിനെക്കാട്ടി ഇതൊന്നും ഒന്നുമല്ല അല്ലേ, ഇതൊന്നും ഒന്നുമല്ല സത്യം പറഞ്ഞാൽ. ഇതിനെക്കാട്ടി വലിയ ഭൂകമ്പം ഉണ്ടായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഈ വലിയ ഇടിമിന്നലും മഴയും കൊണ്ടിട്ട് ചാറൽ മഴ പെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പരിപാടി ഞങ്ങളുള്ള കാര്യം ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു. അത് ആയ സ്പിരിറ്റിൽ തന്നെ ഞങ്ങൾ പോകുള്ളൂ. എനിക്ക് അസൂയ എന്താവശ്യം എന്ന് ഞാൻ ചോദിക്കണേ. എന്ത് കാര്യത്തിനാണ് എനിക്ക് പലരോടും അസൂയ തോന്നേണ്ടത്? എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ. എന്ത് കാര്യത്തിനാണ്? വലിയ വീട് കണ്ടിട്ടാണോ, അല്ലെ എഡ്യൂക്കേഷൻ കണ്ടിട്ടാണോ, സൗന്ദര്യം കണ്ടിട്ടാണോ? എടോ, പലർക്കും പല രീതിയിലാവും അല്ലേ. ഇപ്പൊ പൃഥ്വിരാജ് കോടികളുടെ സിനിമ ഇറക്കുന്നുണ്ട്, എനിക്ക് അയച്ചിട്ട് പൃഥ്വിരാജിന് ഇഷ്ടമല്ലാതെ ആവോ? ഞാൻ പടം കാണാതിരിക്കുന്നുണ്ട്. ഇവിടെ ലൈഫില് പലരും പല രീതിയിലാണ്. അത് എനിക്ക് ഓക്കെയാണ്, ഞാൻ അങ്ങനത്തെ വിശ്വസിക്കുന്ന ആളാണ്. അത് എന്താ പറയാ, മറ്റുള്ളവർ അതാണ്, അതിൽ എനിക്ക് അസൂയപ്പെടേണ്ട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കൺഗ്രാറ്റ്സ് പറയേണ്ടത് കൺഗ്രാറ്റ്സ് പറയും, സോറി പറയേണ്ടത് സോറി പറയും, ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. അല്ലാതെ അസൂയ എന്ത്? ഈ ചോദിക്കണവർക്കും കേൾക്കണവർക്കും പൊട്ടന്മാരാണോ? അറിയാത്തോണ്ട് ചോദിക്കണേ. അല്ല, അവര് പൊട്ടന്മാരല്ല, അവര് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. നിങ്ങളെ ഇത് പ്രൊവോക്ക് ചെയ്ത് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പരിപാടി. എന്നാലേ അവർക്ക് അടുത്ത കണ്ടന്റ് കാണാൻ പറ്റും. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ലൂപ്പിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നു. ആക്ച്വലി ഉണ്ടല്ലോ, ഇപ്പം ഈ ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുന്നത് കമൻറ്റ് ബോക്സിലുള്ള ആളുകളേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇവരെ പേഴ്സണലി അറിയുന്നവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഈ കുട്ടിയുടെ കല്യാണം നടക്കുന്നു, അനിയത്തിയുടെ കല്യാണം നടക്കുന്നു, ചേച്ചിക്ക് മെസ്സേജ് ഇങ്ങനെ സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും. അവളെ മേക്കപ്പ് കണ്ടോ, നീട്ടപ്പം എന്ത് ഭംഗിയായിരുന്നു, ഇപ്പം എന്താ ഈ അവസ്ഥ, ഇത് ചോദിക്കുന്ന ഒരു എന്താ പറയുക, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന കുറച്ച് പേരുണ്ടാവും. ചില ആളുകൾ എന്ത് ചെയ്യും, ഇതിൽ അനിയത്തിയുടെ ഹസ്ബൻഡിനെയും അവരുടെ വീട്ടുകാരെയും വെച്ചിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡിനെയും അവരുടെ വീട്ടുകാരെയും, ഈ ചേച്ചീനെയും ഹസ്ബൻഡിനെയും കമ്പയർ ചെയ്യുന്നത് അനിയത്തീൻ്റെ ഹസ്ബൻഡിനെയും വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ കല്യാണം നടന്നപ്പോൾ എത്രത്തോളം എന്തിനാണ് കുശുമ്പ്. ഇവിടെ ഞാനൊരു കാര്യം പറയും, ഇവരൊക്കെ ഒരു ഫാമിലിയിലുള്ള ആളുകളാണ്. എല്ലാവരും ഒരു ഫാമിലിയിലുള്ള ആളുകളാണ്. ഇപ്പം ഈ പയ്യൻ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവരുടെ കല്യാണത്തിൻ്റെ സമയത്ത്. എന്തായിരുന്നു വിഷയം? കേരളം നിന്ന് കുലുങ്ങിയിരുന്നില്ലേ? എവിടെ നോക്കിയാലും ഉപ്പും മുളകും ലൈറ്റും ഷെബിയും പൊന്നും ഒക്കെ ആയിട്ട് ആക്കെ മൊത്തം അടിയും പ്രശ്നവും സീനുമായിരുന്നു. ഇതെന്താ ഉണ്ടായേ? ഇപ്പം എല്ലാവരും ഇതാ ഒരേ കുഴിയിൽ. അതാണ് ഫാമിലി. ബ്ലഡ് ചോരയെ തിരിച്ചറിയും. അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി എങ്ങനെയാവും എന്നുള്ളത് അങ്ങനെയാണ്. ലാസ്റ്റ് ഇപ്പം എന്തായി? എല്ലാവരും ഒന്നായി അല്ലേ? ഇതിലിപ്പോൾ ഒന്നാവാനുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പയ്യൻ്റെ ഫാമിലി ആയിരിക്കും.
അവരെനിക്ക് തോന്നുന്നത് മാറി നിൽക്കുകയാണ്. ലേറ്റർ അത് മാറുകൂടെ. ഇറ്റ് ടേക്സ് ടൈം. ഹ്യൂമൻ ബീങ്സ് ആണ്. കുറച്ച് സമയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും, തെറ്റുകൾ മാറും. അങ്ങനെ തന്നെയാണല്ലോ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ലൈഫ് അങ്ങനെയാണ്, അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് വയസ്സായ ആളുകൾക്ക് കുറച്ച് അഡമൻറ്റ് സ്റ്റാൻഡ് കാണും. ഇത് ഈ പറഞ്ഞ കമൻ്റ് ഇടുന്ന ആളുകൾ നിങ്ങൾക്ക് കുശുമ്പല്ലേ, നിങ്ങൾക്ക് മറ്റതല്ലേ, നിങ്ങൾക്ക് മറിച്ചതല്ലേ, ഇത് ചോദിക്കുന്നവർക്കാണ് ആക്ച്വലി നിങ്ങളെ കാണുമ്പോൾ കുശുമ്പ് പോകുന്നത്. കാരണം നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലും എന്തൊരു സുഖമാണ്, യൂട്യൂബിൽ വീഡിയോ ഇടണു, എന്തൊരു സുഖമാണ്, അവരത് ചെയ്യുന്നു, അവരിത് ചെയ്യുന്നു, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുകയാണല്ലോ. നിങ്ങളെ കഷ്ടപ്പാട് അവർക്കും അറിയില്ല, അവരെ കഷ്ടപ്പാടിൽ അവർ ഭയങ്കര വേദനയും ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് കുശുമ്പ് തോന്നിയിട്ടാവും ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഫാമിലി വ്ളോഗേഴ്സ് ഇങ്ങനെ പ്രൊവോക്ഡ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഫ്യൂവൽ ചെയ്യാണ് നിങ്ങളെ കമൻറ്റുകളെ. അസൂയാണ് എന്താ കാര്യം അതാദ്യം അറിയണ്ടേ. ഫാമിലി പിന്നെ ഫാമിലി കൂടെ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലി ഇല്ലെങ്കിൽ ഇല്ല. എന്താ ഫാമിലി ഇല്ലാത്തവർ ഈ ലോകത്ത് ജീവിക്കണില്ലേ? ഒരുപാട് കട്ടുപാടുകൾ ഞങ്ങൾക്ക് ഒരാളടുത്ത് ഇതിപ്പോ പറച്ചിലൊരു ഫുള്ള് ഞങ്ങളുടെ ആണ് കുറ്റങ്ങള്, ഞങ്ങൾക്ക് അസൂയാണ്, ഞങ്ങൾക്ക് ഒരു തേങ്ങയില്ല കേട്ടോ. ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങള് കൂടെ ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ ഉള്ളൂ. അത് മനസ്സിലാക്കുമ്പോ വന്നാൽ മതി. ഫാമിലിയും കാര്യങ്ങളല്ലാതെ അല്ലാതെ കൂടെ നിൽക്കണ ഫാമിലി കുറ്റം പറഞ്ഞിട്ടോ അത് ചീത്ത പറഞ്ഞിട്ടോ അവരെ തിരിഞ്ഞിരിക്കുമ്പോ കുറ്റം പറയാ, അല്ലെങ്കിൽ കൂടെ വെക്കുമ്പോ ചിരിച്ചു കാണിക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല. ഇല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ കേസിലൊന്നും വെറുതെ കമന്റ് ഇടുന്നോളും കമന്റോളികൾക്കും ഒരു കാര്യമില്ല എന്ന് പറയുന്നത്. സംഗതി ഈ ചെക്കൻ്റെ ഫാമിലി കൂടെ ഇല്ലാത്തതിനെ കുറിച്ചുള്ള കമന്റുകളും അല്ലെങ്കിൽ എവിടെ നിന്റെ ഫാമിലി എന്നുള്ള ചോദ്യങ്ങളും അങ്ങനത്തെ വിഷയങ്ങളാണ് മോർ പ്രൊവോക്കേഷൻ വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം പറയാമല്ലോ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ പ്രിഫറൻസ് നമ്മുടെ ഫാമിലി എന്നുള്ളൊരു രീതിയിലേക്ക് ആളുകൾക്ക് വരണം. അങ്ങനെ നമുക്ക് മൈൻഡ് സെറ്റ് മാറണം. എന്നാൽ കുറേയൊക്കെ വിഷയങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ, വൈഫ്, കുട്ടീനാണ് കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി, ഞാൻ, വൈഫ്, കുട്ടി, ഫസ്റ്റ് ആ ഫാമിലി. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി, അതിന് സ്നേഹൻ്റെ ഫാമിലി വരും, എൻ്റെ ഫാമിലി വരും. മനസ്സിലായോ? അത് ഞങ്ങളെ ഫാമിലി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി. ഈ ഒരു കോൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. ഇനി ഈ കോൺസെപ്റ്റിലേക്ക് ഫിറ്റ് ആവാതെ ഇരിക്കുകയാണ് നമ്മുടെ ഫാമിലി. അതായത് ഈ പാർട്ട്നേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ, ഇപ്പോൾ വൈഫിൻ്റെ എൻഡാണെങ്കിലും ഹസ്ബൻഡിൻ്റെ എൻഡാണെങ്കിലും ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് ഈ കോൺസെപ്റ്റിലേക്ക്, നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത അച്ഛനമ്മമാരും റിലേറ്റീവ്സും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ. ഇത്രയേ ഉള്ളൂ. കാരണം എന്തിനാ വെറുതെ, ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ളവരും താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും ഒപ്പം നിൽക്കാൻ പറ്റുന്നവരൊക്കെ ഒപ്പം വരും. അല്ല വാശി പിടിച്ച് മാറി നിൽക്കുന്നവർ മാറി നിൽക്കും. അതിൻ്റെ മുകളിൽ ചിന്തിച്ച് കൂട്ടിയിട്ടും അതിൻ്റെ മുകളിൽ സംസാരിക്കാൻ പോയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി, ഇത് എൻ്റെ ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആരാണോ ആ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ പിന്നെ എന്താവുമെന്നറിയോ, അടിയും പിള്ളലും പ്രശ്നങ്ങളൊക്കെ വരും. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ പയ്യൻ്റെ ഫാമിലി പയ്യൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം കാണും. ആ കാരണത്തിൽ അവൻ ഓക്കെയാണ്. ആ പയ്യൻ തന്നെ പറയുന്നുണ്ട് വേണമെങ്കിൽ മതി, ഉള്ള ഫാമിലീനെ നന്നായിട്ട് നോക്കുക, ഇല്ലാത്ത ഫാമിലി വരാത്തതിന് there will be a reason. എന്തെങ്കിലും റീസൺ കാണുമല്ലോ. ആ റീസൺ അവൻ ഓക്കെയാണ്. ഇനി ആർക്കെങ്കിലും പറയാൻ പറ്റും ഈ പയ്യൻ അവൻ്റെ ഫാമിലിയെ നോക്കണില്ല? നമ്മൾ ഈ കാണുന്ന മൊബൈൽ സ്ക്രീനിൽ മാത്രം കുറച്ചൊരു 30 മിനിറ്റ് 40 മിനിറ്റാണ് ഫാമിലി വ്ളോഗേഴ്സിനെ കാണുന്നത്. റിയാലിറ്റിയിൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കാണില്ല. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് കണ്ട് ഓഡിറ്റ് ചെയ്തല്ലേ സംസാരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കമൻറ്റോളികളെ പറ്റിക്കാനും ഇവർക്ക് സുഖമാണ്, കമൻറ്റോളികൾക്കും കമൻറ്റ് ഇട്ടവരെ പറ്റിക്കാം. നാളത്തെ ഒരു ദിവസം ആലോചിച്ചാൽ എന്റെ അമ്മ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ വീട്ടിലിരിക്കുന്ന ഇരിപ്പ് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് വിഷമമാണ്. എന്താ പറയാ, ഒരു നൂറാട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ, എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ, എന്നിട്ട് 100 വട്ടം പറയാം. ആ നാളത്തെ ഒരു ദിവസം അത് ശരി നാളെ ആവണ്ടായിരുന്നില്ല, പക്ഷെ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് അതെന്തായാലും അതിന് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതില്ല. കാരണം എനിക്ക് പിന്നെ നഷ്ടപ്പെടും. ഇന്നിപ്പോൾ എനിക്ക് നോക്കുമ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ സ്നേഹിച്ച ആളും കൂടെ ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ ഒരു വർഷത്തെ വിഷമം കണ്ടില്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടു പോകും. അല്ല ഇപ്പൊ ഈ വ്യക്തിയുടെ കേസിൽ അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാം അത് കാരണമാണ് അവർക്ക് ഇത്ര വിഷമം വരാൻ കാരണം. അതാണ് കാരണം. എല്ലാം ചെയ്തും അതിന്റെ അപ്പൊ നാളത്തെ
ഒരു ഭാഗത്ത് മൂല്യം അല്ലെങ്കിൽ ഈ ഒരു കേസ് ചിന്തിച്ചിട്ടുണ്ടാവും. കുറച്ച് പ്രശ്നം ഉണ്ടായപ്പോൾ ഈ കേസ് മൂല്യം ഒരു മൈൻഡിലെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ വ്യക്തിരസിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കേസ് ഉണ്ടായപ്പോൾ എൻ്റെതൊരു വിഷമം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് നമ്മൾ ഈ ഡേറ്റ് അറിഞ്ഞത്. അപ്പം അതിൻ്റെ വിഷമം അമ്മ എപ്പോഴും പറയുന്ന രസമാണ്. സംഗതി ഈ 2 മക്കളുടെ കല്യാണത്തിൻ്റെ കേസിലും ആ അച്ഛനും അമ്മയ്ക്ക് നല്ല വിഷമം കാണും. അല്ലാതെ ഒരാളുടെയിൽ കുറവും ഒരാളുടെയിൽ കൂടുതലും, ഒരാളുടെയിൽ എക്സ്പെക്റ്റ് ചെയ്തതും ഒരാളുടെയിൽ എക്സ്പെക്റ്റ് ചെയ്യാത്തതും അങ്ങനെയൊന്നും കാണില്ല. ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും 2 സമയത്തുള്ള സിറ്റുവേഷനും അവരുടെ റിയാക്ഷനും കണ്ട ജനങ്ങളാണ് നമ്മൾ. നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ അച്ഛനും അമ്മയ്ക്കും ഈ 2 സമയത്തും ഉള്ളത് ഒരേ പെയിൻ, ഒരേ ഗ്രാവിറ്റിയിലുള്ള എന്താ പറയുക ഡിപ്രഷൻ, ആങ്കർ, ഇതൊക്കെ അവർക്ക് ഒരേപോലെയാണ്. അച്ഛനമ്മമാർക്ക് മൂത്ത കുട്ടി പോയപ്പോഴും ഇളയ കുട്ടി പോയപ്പോഴും ഒരേപോലെ തന്നെയാണ്. ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഡിഫറൻസ് കാണുന്നില്ല. ഇനി കുട്ടികളുടെ കേസിലും എനിക്ക് ഡിഫറൻസ് കാണുന്നില്ല. ഇപ്പോൾ ഈ കുട്ടി സംസാരിക്കുമ്പോഴും ഈ കുട്ടി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആ സിറ്റുവേഷനിൽ എനിക്ക് ഹസ്ബൻഡായിട്ടുള്ള ഒപ്പമുള്ള വ്യക്തിയെ നഷ്ടപ്പെടാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ചെയ്തു. അതേ സിറ്റുവേഷനിലാണ് ഇളയ കുട്ടിയും പോയിരിക്കുന്നത്. ഇളയ കുട്ടിക്ക് ആ കുട്ടിയുടേതായിട്ടുള്ള റീസൺ, ആ ഹസ്ബൻഡിനെ നഷ്ടപ്പെടാൻ ആ കുട്ടിക്ക് താല്പര്യമില്ല, ആ കുട്ടി അത് ചെയ്തു. ഓക്കെ, അതത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് ചെറുത്, അവർ ചെയ്തത് വലുത്, അവർ ചെയ്തത് ചെറുത്, ഞാൻ ചെയ്തത് വലുത്, നോ. അതൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ടവരും കേട്ടവരും ഇഷ്ടം പോലെ ആളുകളുണ്ട്. ജനങ്ങളുടെ മുന്നിൽ ഇത് ഓപ്പണായി കിടക്കുന്ന കാര്യം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, അല്ലാതെ അതിൻ്റെ മുകളിൽ ഇനിയും പറയാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയും, അടുത്ത കുറ്റപ്പെടുത്തലും അടുത്ത പരിപാടികളും വരും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഞാൻ എപ്പോഴും ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുള്ളത്, ഇതിങ്ങനെ ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യും. അപ്പോൾ കുട്ടികളൊക്കെ വളർന്നു വരിക ടപ്പേന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പറഞ്ഞ കോണ്ടൻറ്റുകൾക്ക് എക്സ്പോസ്ഡ് ആവുക. നാളെ നിങ്ങളുടെ കുട്ടികളും ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ എടുത്തിട്ട് അച്ഛനമ്മേൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഫാമിലീൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ, അയ്യോ എൻ്റെ ഫാമിലി ആ വട്ടം തിരിഞ്ഞ് അടി ചെയ്യുന്നോടി, മനസ്സിലായോ? അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരും. അപ്പം ഞാൻ പറയുന്നത് ടു ബി ഓൺ എ ബെറ്റർ ഫേസ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ സെറ്റിൽ ഡൗൺ ആക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്ത് ഇങ്ങനെ പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഇപ്പോൾ ഈ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ റിപ്ലൈ കൊടുക്കുമ്പോൾ കമൻറ്റുകളുടെ ആവശ്യം എന്താ? നിങ്ങളെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുക, നിങ്ങളെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ തെറ്റ് പറയും, അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ പറയും. കുറച്ചാകുമ്പോൾ നമുക്ക് ക്രിസ്പായിട്ട് ആലോചിച്ച് സംസാരിക്കാം. നിങ്ങളുടെ വ്ളോഗിൻ്റെ കോണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ പിടിച്ചിട്ട് പോവാം. മറ്റേതിങ്ങനെ വരും. നമ്മൾ എത്ര സെൽഫ് ഓഡിറ്റ് ചെയ്താലും ചില സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ എഡിറ്റ് ചെയ്യാതെ ഇട്ടിട്ടും പോകും. അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വളഞ്ഞു തിരിഞ്ഞ് മറ്റേ പാമ്പ് പോലെ കഴുതു തന്നെ വന്നിരിക്കുകയും ചെയ്യും. എന്താണെങ്കിലും ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ട് പറയും. കാരണം അവർക്ക് ഒരുപാട് ഹെയ്റ്റും കാര്യങ്ങളും ഇങ്ങനെ കല്യാണത്തിന് ശേഷം, ആ കുട്ടിയുടെ കല്യാണത്തിന് ശേഷം വന്നു. ഈ എന്താ പറയുക, നിങ്ങൾക്ക് അവരോട് കുശുമ്പാണോ കുഞ്ഞായ്മയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും വീഡിയോ പ്ലേ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. ഞാൻ പ്ലേ ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റേജിൽ ഈ മക്കളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ ഈ ഒരു സ്റ്റേജ് വളരെ മോശവും സങ്കടവുമാണ്. കാരണം ഇപ്പോഴത്തെ അവർക്കുള്ള അവസ്ഥയിൽ ഓബ്വിയസ്ലി അവരെന്താണെങ്കിലും അവരുടെ മൂത്ത മോളെ സപ്പോർട്ട് ചെയ്യും. അതൊരു ഫാക്ടറാണ്, ദാറ്റ്സ് എ റിയാലിറ്റി. ഈ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ചില പണ്ടത്തെ ആൾക്കാരോട് 4 മക്കൾ അല്ലെങ്കിൽ 5 മക്കൾ എനിക്ക് ഒരുപോലെ, 5 മക്കൾ വരണ്ട ഒരുപോലെ, അല്ലെങ്കിൽ 5 മക്കൾ അതെങ്ങനെ 5 മക്കൾ ഒരുപോലെ ആവുക? എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ പ്രസവിച്ച് വളർത്തി സ്നേഹിച്ചു കൊണ്ടുമ്പോൾ ഒരുപോലെ ആയിരിക്കും. അത് കഴിഞ്ഞ് അവർ വലുതാകുമ്പോൾ നമ്മളാര് കെയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആര് സ്നേഹിക്കണം, നമുക്കൊരു നേരം ആരാണ് കഞ്ഞി തന്നെ, ആളോട് സ്നേഹം കൂടും നമുക്കില്ലേ? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റാൾക്ക് ഒരു ബാധ്യത നോക്കൂല, തിരിഞ്ഞ് നോക്കൂല, അങ്ങോട്ട് പോകും. അവരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ നോക്കി നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ തന്നെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അത് വെച്ചാൽ മറ്റുള്ളവരെ സ്നേഹിക്കണമല്ലോ. ഒപ്പം തുല്യത്തിൽ ഒരുമിച്ചിടാൻ പാടില്ല. ഒരു മുൻതൂക്കം അവർക്ക് കൂടുതൽ വേണ്ട. വീട്ടിൽ നിന്നിട്ട് ഒരു നേരം കഞ്ഞി തന്ന് സ്നേഹിച്ച് മരുന്ന് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അച്ഛനും അമ്മയും കൊയറിയണ മോനായാലും മരോനായാലും മകളായാലും ആരായാലും അവർക്ക് മുന്നേ സ്നേഹം കൊടുത്തേ പറ്റൂ. അല്ലാണ്ട് കഷ്ടപ്പെട്ട് രാവും പകരം അവർ നോക്കുക, സ്നേഹം മറ്റുള്ളവർക്ക് തിരിഞ്ഞ് നോക്കൂല, ഒരു നേരം മരുന്ന് മേടിച്ചു കൊടുക്കില്ല, തിരിഞ്ഞ് നോക്കൂല, ഒന്നുമില്ലാത്ത അവർ തന്നെയല്ലേ സ്നേഹിക്കേണ്ടത്. നമുക്ക് ഒരു നേരം ഗ്ലാസ് വെള്ളം എടുത്ത് തരുന്നത് ആരാണ്? ഞാൻ ആളെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അത് പക്ഷഭേദമല്ല. കാശ് കണ്ടിട്ടും പദവി കണ്ടിട്ടല്ല മക്കളെ അളക്കുന്നത്.
അത് ഞാൻ പറഞ്ഞു 4 മക്കളുള്ള ഒരാൾ കൂടുതൽ കാശ് പറഞ്ഞാൽ അവളെ കൂടുതൽ സ്നേഹിക്കാം, അവളെ സപ്പോർട്ട് അതല്ല, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ അമ്മ പറഞ്ഞത് സത്യം പറഞ്ഞ റിയാലിറ്റി തന്നെയല്ലേ? ഞാൻ തുറന്നു പറയുകയാണ്. ഇവർ പറഞ്ഞത് ഇത് സ്പിറ്റിംഗ് ട്രൂത്ത് എന്ന് പറയുന്നത് സത്യമാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചില വീട്ടിൽ കണ്ടിട്ടുണ്ട്. അതായത് ചില ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, എടീ ഞാൻ എത്രത്തോളം അവർ നോക്കിയാലും കാര്യമില്ലടി, അവർക്ക് ഇഷ്ടവും സ്നേഹവും മറ്റവളോടാ. അതായത് സ്വന്തം പെങ്ങളന്മാരോടും എന്താ പറയുക, ബാക്കി ആങ്ങളമാരോടൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഈ കമ്പയർ ചെയ്ത് പറയുന്നത്. അതങ്ങനെയാണ്. അച്ഛനമ്മമാരുടെ ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും എന്നല്ല, ഒരുപാട് അച്ഛനമ്മമാരുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാവും. ആ സിറ്റുവേഷനിൽ അവർ ഇവരെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നു നോക്കുന്നത് ഇവരുടെ മൂത്ത കുട്ടിയാണ്. ആ മൂത്ത കുട്ടിയായിട്ട് അവർക്ക് അന്ന് പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് വളരെ ഓക്കെയാണ്. ഇന്ന് ആ കുട്ടി അവരെ നോക്കുന്നുണ്ട്. അവർക്ക് എല്ലാ ഹെൽപ്പിനും ആ കുട്ടിയും ഹസ്ബൻഡുമാണ്. നാളെ ചെറിയ കുട്ടിയും ഹസ്ബൻഡും വരും. സംഭവിക്കും, ലൈഫാണ്. അപ്പോൾ ഇന്നിപ്പോൾ നോക്കുന്ന അവർക്ക് ഇതേപോലെ ഇപ്പോൾ ഒരു കോണ്ടൻറ്റ് അവിടെ വരുന്നു, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കോണ്ടൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇവർ ചെയ്തിരിക്കും. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ്. ഓക്കെ, നമ്മൾ അച്ഛനമ്മമാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എന്താ? വയസ്സാം കാലത്ത് വയ്യാതിരിക്കുമ്പോൾ മക്കൾ കൂടെ വേണം, മക്കൾ നോക്കണം. ഒട്ടും നോക്കാത്തൊരു മകനെയോ മകളെയോ കൂടുതൽ ഇഷ്ടം കൊടുക്കേണ്ട ഒരു ആവശ്യം ഒരു അച്ഛനമ്മയ്ക്കുണ്ടോ? ഇല്ല. നോക്കുന്നവർക്ക് ഒരു പൊടി ഇഷ്ടം കൂടുതലോ അല്ലെങ്കിൽ ഒരു ഇതോ അവരോട് തോന്നും. അങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നുമില്ല. സപ്പോർട്ട് കൂടുതൽ ചെയ്യും. ഓക്കെ, എന്താണെങ്കിലും ഈ യൂണിവേഴ്സിലെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തീരാൻ വളരെ 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 പാടായിരിക്കും. ഇനിയിപ്പോൾ അത് തീരണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയും തിരിച്ചു വരണം. ആ കുട്ടിയും ഹസ്ബൻഡും തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് സ്മൂത്താവും. കുറേ കാലം പിന്നെ അങ്ങനെ പോകും. കാരണം ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചെറിയ കുട്ടികളാണ്. അവരൊക്കെ ഒന്ന് വളർന്ന് വലുതായി വരുമ്പോഴത്തേക്കും പിന്നെ അവരുടെ ലോകവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ യൂണിവേഴ്സ് ഒന്ന് സ്ലോ ഡൗൺ ആയി ഒന്ന് സ്മൂത്ത് ഫേസ് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി തിരിച്ചു വരണം. അല്ലാത്തടത്തോളം കാലം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും, അവിടെ വീഡിയോ ഇടുമ്പോൾ ഇങ്ങോട്ട്, ഇവിടുന്ന് വീഡിയോ ഇടുമ്പോൾ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ആകെ മൊത്തത്തിൽ കമൻറ്റ് ബോക്സും വ്യൂവർഷിപ്പും ചാടിക്കളിക്കും. പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഇന്നർ മീനിങ് ഉണ്ടോ നോക്കിയിട്ട് അവിടെ പോയിട്ട് ഇത് അവളെക്കുറിച്ചാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറഞ്ഞത് ഇവനെക്കുറിച്ചാണോ പറഞ്ഞത്. ഇതിനൊക്കെ ഉത്തരം പറയുന്ന ആൾ ഈ അച്ഛനും അമ്മയും നടക്കേണ്ട അവസ്ഥയും വരും. എന്താണെങ്കിലും ഈ യൂണിവേഴ്സും ഈ ലൂപ്പും തീരില്ല എന്ന് എനിക്കറിയാം. അവർ പക്ഷേ കുറച്ചിങ്ങനെ എന്താ പറയുക, ഹാപ്പി ആയിട്ട് സേഫായിട്ട് വോട്ടർ ചെയ്യും എല്ലാവരും. കല്യാണം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ലൈഫായിട്ട് നന്നായിട്ട് വോട്ട്, ഇവർ ഒരു വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനും അമ്മയും നന്നായിട്ട് വോട്ട്, പ്രൊഫഷണൽ ലൈഫായിട്ട് അവിടെ ചേച്ചിയും ഹസ്ബൻഡും അവരും നന്നായിട്ട് വോട്ട്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ ലൂപ്പിൽ നിന്ന് ഞാൻ ചാടാൻ പോവാണ്. ഇനി യൂണിവേഴ്സിറ്റി ഈ ലൂപ്പിലേക്ക് പിന്നെ എപ്പോഴെങ്കിലും വരാം.